2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നോക്കുകയാണ് വട്ടമേശ ഇന്ന്. 2019 BJPയുടെ സ്വന്തം ജാതി മത സമവാക്യങ്ങൾ ആ പാർട്ടിയെയും NDA എന്ന മുന്നണിയെയും രക്ഷിക്കുമോ? ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ എന്തൊക്കെയാണ് ജാതി മത സമവാക്യങ്ങൾ? എപ്പോഴും വലതുപക്ഷ ഹിന്ദുത്വവാദത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന BJPയെ സ്വന്തം സമവാക്യങ്ങൾ ഇത്തവണ രക്ഷിക്കുമോ? വട്ടമേശ വിശദമായി പരിശോധിക്കുന്നു. ഈ മേഖലയിലേക്ക് കടക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഷാജി M. ജോസഫ്, പ്രമുഖ മാധ്യമ പ്രവർത്തകൻ; ആറന്മുള ശശി, എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനും; N. നൗഫൽ, കേരള സർവകലാശാലയിൽ പൊളിറ്റിക്സ് വകുപ്പിലെ ഗവേഷണ വിദ്യാർത്ഥി; I. ശാന്തകുമാർ, ചിന്തകൻ, എഴുത്തുകാരൻ. വട്ടമേശ ആരംഭിക്കുന്നു. വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയ ജാതി മത മേഖലകളിൽ നന്നായി പ്രവർത്തിച്ചിട്ടുള്ള, നോക്കിക്കണ്ടിട്ടുള്ള ഷാജി M. ജോസഫ്. ഷാജി, അതിൻ്റെ നമുക്കൊരു തുടക്കമാണ് വേണ്ടത് ഈ ചർച്ചയ്ക്ക്. എന്താണ് അവിടുത്തെ ജാതിമത സമവാക്യങ്ങൾ? ഇപ്പം കൗബെൽറ്റ്, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിലെ എപ്പോഴും BJPയെ തുണയ്ക്കുന്നത് ഒരു ഹിന്ദുത്വ സപ്പോർട്ടാണ്. അവിടെയൊക്കെ അങ്ങനെ ഒരു കാവ്യമയമായിട്ട് മാറിയിട്ടുണ്ട് അന്തരീക്ഷം. ഇത്തവണ എന്തായിരിക്കും സ്ഥിതി? 2019 തെരഞ്ഞെടുപ്പിലേക്ക് BJP നേതൃത്വം കൊടുക്കുന്ന NDA നീങ്ങുമ്പോൾ അവർ രാഷ്ട്രീയപരമായി കാണുന്ന സാഹചര്യം എന്താണെന്ന്, എന്തിനെയാണ് രാഷ്ട്രീയപരമായി അവർ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്ത ചില നാടുകളായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച. നമ്മൾ ശ്രദ്ധിക്കുക, സവർണർക്കിടയിൽ 10% റിസർവേഷൻ കൊടുത്തുകൊണ്ട് BJP ഉയർത്തിവിട്ടത് 2019 തെരഞ്ഞെടുപ്പിൽ ഒരു ജാതി രാഷ്ട്രീയത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു നീക്കമാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നത് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ അവർ സ്ഥാപിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. ബാബറി മസ്ജിദ് ഇഷ്യൂവിൽ സുപ്രീം കോടതിയിൽ പുതിയൊരു അഫിഡവിറ്റ് നൽകിക്കൊണ്ട് വിവാദപരമായ സ്ഥലമൊഴികെ മറ്റ് സ്ഥലങ്ങൾ അലോട്ട് ചെയ്യാനുള്ള പെർമിഷൻ തരണമെന്ന് സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ്. ഈ 2 സംഭവങ്ങൾ കൊണ്ട് മാത്രം 2019 തെരഞ്ഞെടുപ്പിലേക്ക് BJP നേതൃത്വം കൊടുക്കുന്ന NDA ഏത് രൂപത്തിലാണ് പോകാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ വളരെ വിശദവും വ്യക്തവുമായ തെളിവാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുൻപിൽ NDAയും BJPയും നൽകിയിരിക്കുന്നത്. ജാതി സമവാക്യങ്ങൾ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലും മധ്യ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലും ഇന്നും കേന്ദ്രീകൃതമായി നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ട രാജസ്ഥാൻ, മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പുകൾ. ഈ തെരഞ്ഞെടുപ്പുകളിൽ 15 വർഷത്തോളം BJP ഭരിച്ചുകൊണ്ടിരുന്ന മധ്യപ്രദേശിൽ അവർക്ക് ഭരണം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കർഷകരുടെയൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുമ്പോഴും പരമ്പരാഗതമായി BJPയോടൊപ്പം നിലയുറപ്പിച്ചു നിന്ന ജാതികൾ, അത് ദളിതരാണെങ്കിലും അതുപോലെ തന്നെ ബ്രാഹ്മിൻസ് ആണെങ്കിലും BJPക്കെതിരെ നീങ്ങി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. രാമക്ഷേത്രം പണിയും, രാമക്ഷേത്രം പണിതേ ഞങ്ങൾ വിശ്രമിക്കൂ എന്ന് ഇന്ത്യയിലെ ഹൈന്ദവ വിശ്വാസികൾക്ക് ഒരു വാഗ്ദാനം കൊടുത്തൊരു ഗവൺമെന്റ് ആ രീതിയിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് BJPയോട് ചേർന്ന് നിന്നിരുന്ന സമൂഹങ്ങളും സമുദായവും BJPക്കെതിരെ നീങ്ങുന്നത് അവർ മനസ്സിലാക്കുന്നുണ്ട്. 2019 ഹൈന്ദവ വിശ്വാസം എന്നതിനെ ഒരു പടി കൂടെ മുന്നോട്ട് കൊണ്ടുപോയി നിർത്തിക്കൊണ്ട് ഒരു അൾട്രാ ഹിന്ദുത്വ രാഷ്ട്രീയം പടുതുയർത്താൻ സാധിക്കുന്നില്ല എങ്കിൽ BJPക്ക് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലകൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് BJP മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം BJPയുടെ അധ്യക്ഷനായ അമിത്ഷാ പറഞ്ഞത്, രാമക്ഷേത്രം പണിയുന്നതിൽ
പ്രതിപക്ഷ കക്ഷികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വ്യക്തമാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് നോൺ NDA, നോൺ BJP രാഷ്ട്രീയ കക്ഷികളെ രാമക്ഷേത്രം എന്ന് പറയുന്ന പ്രശ്നത്തിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ BJP അതിന്റെ കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുത്വ മോഡൽ ഓഫ് പോളിറ്റിക്സ് വീണ്ടും ഒരിക്കൽ കൂടി തങ്ങൾ പരീക്ഷിക്കും. റിസർവേഷൻ എന്ന് പറയുന്ന ഇഷ്യൂവിനെ ഒരിക്കൽ കൂടി കൊണ്ടുവന്നുകൊണ്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് പരമ്പരാഗതമായി സമാജ്വാദി പാർട്ടിയെ പോലുള്ള BSPയെ പോലുള്ള ഉത്തർപ്രദേശിലെ പാർട്ടികളെയും RJDയെ പോലുള്ള ബീഹാറിലെ പാർട്ടിയെയും അവരോടൊപ്പം നിൽക്കുന്ന OBC വോട്ട് ബാങ്കിനെ തങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ മുന്നോക്ക വർഗക്കാരുടെ സവർണരുടെ ഒരു ഏകീകരണം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുമ്പോൾ കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടി ഈസ്റ്റേൺ യുപിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സവർണർക്ക് തേരോട്ടം നടത്തുന്ന ഒരു സ്ഥലമാണ് ഈസ്റ്റേൺ യു പി ഗോരഖ്പൂർ ഉൾപ്പെടുന്ന ഈസ്റ്റേൺ യു പി, അത് നമ്മൾ ശ്രദ്ധിക്കണം. വാരണാസി ഉൾപ്പെടുന്ന ഈസ്റ്റേൺ യു പി, ഈ പ്രദേശത്ത് ഒരു സവർണ ഏകീകരണം കൊണ്ടുവരാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഉത്തർപ്രദേശിലെ ഇപ്പോൾ കയ്യിൽ വെച്ചിരിക്കുന്ന 73 NDA സീറ്റുകൾ, NDAയുടെ കയ്യിലിരിക്കുന്ന 73 സീറ്റുകൾ, 71 BJPയുടെയും 2 പട്ടേൽ പാർട്ടികളുടെയും ഉൾപ്പെടെയുള്ള സീറ്റുകൾ, ഈ സീറ്റുകളിൽ പകുതി പോലും തങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് NDA മനസ്സിലാക്കുന്നുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നതിനെ ജാതിയിലും മതത്തിലും അടിസ്ഥാനമാക്കി നിന്നുകൊണ്ട് തന്നെ 2019 ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്ന് BJP റിയലൈസ് ചെയ്യുന്നുണ്ട്. അല്ല, കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിലെ BJPയെ തുണച്ചത് ഈ ജാതി സമവാക്യങ്ങളാണ്, പ്രത്യേകിച്ചൊരു സവർണ മുന്നേറ്റം. ഒപ്പം അതിനോട് ചേർന്നും കൊണ്ട് തന്നെ ദളിതരും ഒരു പരിധിവരെ UP പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായക്കാരും വോട്ട് ചെയ്തു. ആ ഒരു വലിയ പിന്തുണ. മറുവശത്ത് പ്രതിപക്ഷത്ത് ഒരു ഐക്യനിര ഉണ്ടാക്കുന്നതിൽ പ്രതിപക്ഷ കക്ഷികൾ പരാജയപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് പ്രതീക്ഷിക്കാത്ത ഒരു വിജയം, ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടായത് എന്നതല്ലേ ശരി? ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP നടത്തിയ വിജയം എന്ന് പറയുന്നത് പണത്തിൻ്റെയും RSSന്റെ അകമഴിഞ്ഞ സഹകരണത്തിൻ്റെയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന ജാതീയ വിഭാഗീയതയുടെയും പൂർണ്ണ രൂപത്തിലുള്ള ഒരു മുതലെടുപ്പാണ് അവിടെ നടന്നിരിക്കുന്നത്. ഒരു ഏകീകരണം എന്ന് പറയുന്നത് അന്ന് പ്രതിപക്ഷം ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഒന്നിച്ചു നിന്ന് BJP നേരിടേണ്ട ഒരു അപകടമെന്ന് അവർ മണത്തിരുന്നില്ല. ബഹുമാനപ്പെട്ട ശാന്തകുമാർ, ഇത് ഷാജി അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് അവതരിപ്പിച്ചത്. എന്താണ് ഉത്തരേന്ത്യൻ രാഷ്ട്രീയം? അവിടെ BJP കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വോട്ട് ബാങ്ക്, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ ഒരു ഹൈന്ദവ സ്വഭാവം, അതിൻ്റെ കീഴിൽ ആ ഒരു ഹൈന്ദവ രൂപത്തിൻ്റെ മുന്നിൽ അടിയറവ് പറയുന്ന വിവിധ സമുദായ ചേരികൾ, ശക്തികൾ, എന്താണ് ഈ വർഷം സംഭവിക്കുക, 2019 സംഭവിക്കുക? ഇപ്പോഴത്തെ പ്രസന്റ് സിനാരിയോ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുന്നത്, കാരണം ഈ ദളിതർ മനസ്സിലാക്കി ഇവരെന്താണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഹിന്ദുത്വ ഇതൊക്കെ നമ്മൾ പൊതുവെ സൂപ്പർഫ്ലുവസ് ആയിട്ടൊക്കെ പറയുന്നുവെങ്കിലും വാട്ട് ഈസ് ഇറ്റ് എന്നുള്ളത് ഇപ്പം മനസ്സിലാക്കി. കാരണം അവരുടെയൊക്കെ ജീവിത രീതിയിൽ ഒരു ദളിതന് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അവർ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ടൊക്കെ കടക്കുകയാണ്. കുറേ പേര് ജോലി കിട്ടി, അത് റിട്ടയർമെന്റ്, കുറച്ച് പൈസ കിട്ടി, കുറച്ച് അവരത് സേവിങ്സ് ഉണ്ടാക്കി, ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. പണ്ട് പിന്നെ ഡിസ്ക്രിമിനേഷൻ, പണ്ട് എക്സ്പ്ലോയിറ്റേഷൻ ആയിരുന്നു, അത് കഴിഞ്ഞ് എക്സ്ക്ലൂഷൻ വന്നു, അത് കഴിഞ്ഞിപ്പോൾ വന്നിപ്പോൾ എക്കണോമിക് ഡിസ്ക്രിമിനേഷൻ. ഇവർ വസ്തു വാങ്ങാൻ ചെയ്താൽ കൃഷി സ്ഥലം അവർ കൊടുക്കില്ല, ഇവർ വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇംപ്ലിമെന്റ് കൊടുക്കില്ല, കൃഷി ചെയ്യാനുള്ള ആയുധങ്ങൾ കൊടുക്കില്ല, ഇവർ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ അവിടെ വെള്ളം കൊടുക്കില്ല. ഇവർ ഉണ്ടാക്കുന്ന ഇപ്പോൾ ഒരു പശു വാങ്ങി, ആ പശു വാങ്ങി അതിൻ്റെ പാലെടുത്ത് എവിടെ കൊണ്ട് സൊസൈറ്റി കൊണ്ടുകൊടുത്താൽ ഇവർ വാങ്ങില്ല. അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങള്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പശു തന്നെ. ഇല്ല, ഇത്തരം വിവേചനങ്ങളൊന്നും ഇന്നലെ തുടങ്ങിയതല്ലോ. എന്നിട്ടും ദളിതർ BJP എന്ന് പറയുന്ന കാസ്റ്റ് ഹിന്ദുത്വ അതിന്റെ പ്രചാരകർക്ക് തന്നെ വോട്ട് ചെയ്തത് അത് കുറെ കൂടി ഇപ്പൊ വന്നതെന്നാണ് ഞാൻ പഠിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചുകൂടി എക്സ്പ്ലിസിറ്റ് ആയത്, അതിന്റെ കോൺസിക്വൻസസ് അവർ മനസ്സിലാക്കി. അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയ, ഒരു പശുവിൻ്റെ ഇറച്ചി കഴിച്ചെന്നോ അല്ലെങ്കിൽ പശുവിൻ്റെ അത് സ്കിന്ന് പിന്നെ അവർ മാറ്റിയെന്നോ ഒക്കെ പറഞ്ഞിട്ട്
നിർത്തിയിട്ട് അടിക്കുന്ന രംഗമെന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? 25% ഇന്ത്യയിലെ അടിസ്ഥാന വർഗം എന്ന് പറയുന്നത് ഈ ദളിതര് പാവം അടി കൊള്ളുകയാണ്. അപ്പൊ ആ അടി കൊള്ളുന്ന ഒരാള് എന്റെ സാധാരണ ഒരു ഇത് വെച്ച് പറഞ്ഞല്ലേ, ആരാണ് ഈ BJPക്ക് വോട്ട് ചെയ്യും ഇത് വെച്ചിട്ട്? ഇന്നിപ്പോ ഈ വേറെ പഠനം നടത്തിയിട്ട് ഞാൻ അതിന്റെ തെളിവ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പറയണത് നോട്ട് ഈവൻ എ സിംഗിൾ വില്ലേജ് ഇൻ ഗുജറാത്ത് ഈസ് അൺടച്ചബിലിറ്റി ഫ്രീ. നോട്ട് ഈവൻ എ സിംഗിൾ വില്ലേജ് ഇൻ ഗുജറാത്ത് ഈസ് അൺടച്ചബിലിറ്റി ഫ്രീ. ഇവർ സർവേ നടത്തിയ 22 ജില്ലകളില് ഇവരെടുത്തിട്ട് പറയുന്നത് പിന്നെ കേരളത്തിൽ നവോത്ഥാനം ഉണ്ടായത് അവിടെ നിന്നാണ് തുടങ്ങിയത്. 90% ടെമ്പിൾസിലും ദളിതിന് പ്രവേശനമില്ല. ഈവൻ നൗ ഇത് പണ്ടൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ ഓരോന്ന് ബെൽച്ചി എന്നും പിപ്ര എന്നും ഒക്കെ പറഞ്ഞ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അട്രോസിറ്റീസിനെ പറ്റിയൊക്കെ. പക്ഷെ ഇപ്പൊ അതല്ല, കുറച്ചുകൂടെയൊക്കെ അവയർനെസ് ദളിതിന്റെ ഇടയിൽ തന്നെ പൊതുവെ ഞാൻ പറയുകയാണ്, അവര് മാത്രം പറഞ്ഞതല്ല, അവരുടെ ഇടയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നേരത്തെ പറഞ്ഞതിന്റെ ഞാൻ ഇതായിട്ട് പറയുകയാണ്. ഒരു 2014 കിട്ടിയ വോട്ട് ദളിതിൽ നിന്നും ഇനി ഈ 2019 കിട്ടില്ല എന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം. ആറന്മുള ശശി, എന്താണ് ഇതേക്കുറിച്ച് മൊത്തത്തിൽ അങ്ങയുടെ അഭിപ്രായം? 2014 തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടുന്നതിന് ഒരു പ്രധാന കാരണം അന്ന് ഭരിച്ചിരുന്ന കോൺഗ്രസിലെ അഴിമതിയായിരുന്നു. പ്രത്യേകിച്ചും 2G സ്പെക്ട്രം, അതെ, അതൊരു രാഷ്ട്രീയ വശം. അതുപോലെ തന്നെ കൽക്കരി കുംഭകോണം, ഇതൊക്കെ കോടിക്കണക്കിന് രൂപയുടെ കുംഭകോണം കോൺഗ്രസ് ഗവൺമെൻറ് നടത്തി. ആ നടത്തിയവരുടെ പേരിൽ വന്ന അഴിമതി ആരോപണത്തെ പ്രിവെൻറ്റ് ചെയ്യാനാണ് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ശ്രമിച്ചത്. കാര്യമായി അതിനെ പ്രിവെൻറ്റ് ചെയ്യാനോ അതിൻ്റെ വസ്തുത എന്താണെന്ന് ബോധ്യപ്പെടുത്താനോ തയ്യാറാകാതിരുന്നപ്പോൾ കോൺഗ്രസ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കാകെ ഉണ്ടായി. പിന്നെ UPയിലാണെങ്കിൽ മായാവതി കാര്യമായ ഒരു പ്രവർത്തനത്തിലേക്ക് നീങ്ങിയില്ല. കാര്യം ആ കാലഘട്ടത്തിൽ അവർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുടെ പേരിൽ ചില അഴിമതികൾ വന്നുവെങ്കിലും അതിനേക്കാൾ ഉപരി കൂടുതൽ ഈ ഐഡൽസ് ഉണ്ടാക്കി ആനകളുടെ പ്രതിമ ഉണ്ടാക്കുക, അതുപോലെ അംബേദ്കറുടെ കൂടുതൽ പ്രതിമകൾ ഉണ്ടാക്കുക എന്നുള്ളിടത്തല്ലാതെ കാര്യമായി ദലിതരുടെ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ, അൺടച്ചബിലിറ്റിക്ക് പരിഹാരമുണ്ടാക്കാൻ, അവരെ സാമൂഹിക ജീവിതം മെച്ചപ്പെടുത്താൻ, സാമ്പത്തികപരമായിട്ടുള്ള മെച്ചമുണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ കാലഘട്ടത്തിൽ മറ്റേ SP സമാജ്വാദി പാർട്ടി നേരെ BJPയുമായിട്ട് അലയൻസ് ഉണ്ടാക്കി. അതുപോലെ പിന്നെ ബീഹാറിലും അങ്ങനെ സംഭവിച്ചു. ഈ സമയത്ത് ശക്തനായ ഒരു നേതാവിൻ്റെ ഒരു കടന്നുവരവ് പ്രതിപക്ഷ കോൺഗ്രസുമായിട്ട് അലയൻസ് ഉണ്ടാക്കി ശക്തമായ ഒരു മുന്നേറ്റം നല്ല നേതാക്കന്മാരുടെ അല്ലെങ്കിൽ കഴിവുള്ള നേതാക്കന്മാരുടെ, കള്ളനായാലും കൊള്ളക്കാരനായാലും ജനങ്ങൾ കരുത്തനായ ഒരു ഭരണസാരഥിയെ നോക്കുന്ന ഒരു സമയത്താണ് ഈ മോഡിയുടെ കടന്നുവരവ്. അപ്പം മോഡി ആദ്യമായിട്ട് വന്നപ്പോൾ മോഡി ഒരു നാടകക്കാരനാണല്ലോ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിലെ ആളുകളെല്ലാം വിശ്വസിക്കുകയും മറ്റ് പലരുടെയും ഭരണങ്ങളിൽ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു, കോൺഗ്രസ് ഭരിച്ചിട്ട് രക്ഷയുണ്ടായില്ല, അതുപോലെ മായാവതി 3 പ്രാവശ്യം മുഖ്യമന്ത്രിയായാലും ദളിതരുൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗത്തിന് കാര്യമായിട്ടുള്ള നേട്ടമുണ്ടായില്ല. അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഈ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന്, അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിന് സാമൂഹികമായി വിമോചനം ഉണ്ടാക്കി കൊടുക്കാൻ ഇവർക്കാർക്കും കഴിഞ്ഞില്ല എന്നുള്ള തോന്നലും പുതിയ ഒരാൾ രംഗപ്രവേശം ചെയ്യുകയും ചെയ്തു. അദ്ദേഹമാകട്ടെ ഞാനൊരു പിന്നോക്ക സമുദായക്കാരനാണ്, ഞാനൊരു ബ്രാഹ്മണനല്ല, എൻ്റെ അച്ഛൻ പിന്നെ ചായക്കടക്കാരനായിരുന്നു, ട്രെയിനിൽ ഞാൻ ചായ വിറ്റുകൊണ്ട് നടന്നവനാണ്. അപ്പോൾ ഈ തോന്നലുകളെല്ലാം കാര്യം ഈ ബ്രഹ്മണിക്കൽ സിസ്റ്റത്തിൽ നിന്ന് കടന്നു വന്ന ഒരാളല്ല, അദ്ദേഹം ഒരു പിന്നെ ദലിതനാണ്, അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹമാകട്ടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭരണം ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം കുറേ നേട്ടങ്ങളുണ്ടാകും എന്നുള്ള തോന്നലും അന്നത്തെ ആളുകൾക്കുണ്ട്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ്, ഗവേഷകനാണ്. ശാസ്ത്രീയമായി ഇതിനെ അപഗ്രഥിച്ചാൽ ഈ ജാതി വ്യവസ്ഥ, അതിൻ്റെ രാഷ്ട്രീയം, അപ്പോൾ ഇന്ത്യയിൽ ഒരു ദളിത് രാഷ്ട്രീയം, നമുക്ക് ദളിത് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാം, അതിന് ഒരു ഐക്യരൂപ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ?
വളരെ വ്യത്യസ്തമായൊരു നിരീക്ഷണം ആനന്ദ് തെൽത്തുംഗെ പോലെയുള്ള ആൾക്കാർ നടത്തുന്നുണ്ട്. അതെനിക്ക് അത്ഭുതപ്പെടുത്തിയൊരു നിരീക്ഷണമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, പൊളിറ്റിക്കൽ ബെൽറ്റിൽ നിങ്ങൾ രാഷ്ട്രീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഹിന്ദുത്വം എന്ന് പറയുന്നത്, BJP എന്ന് പറയുന്നത്, സംഘപരിവാർ എന്ന് പറയുന്നത് ദളിത് വിരുദ്ധമല്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രസിഡന്റായിട്ട് രാംനാഥ് കോവിന്ദ് വരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ദളിതനായ ഒരു പ്രസിഡന്റ്, ആദ്യമായി ദളിതനായ ഒരു പ്രസിഡന്റ് ഉണ്ടാകുന്നു. അല്ലെങ്കിൽ അത്ര BJP ഹിന്ദുത്വത്തെ പറയുമ്പോൾ തന്നെ ദളിതനെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നൊരു ധാരണ ഉണ്ടാക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ അംബേദ്കറെ അവർ ആനയിക്കുന്നു. അംബേദ്കറിനെ ഇത്രയും കാലം പരിഗണിക്കാതെ വന്നൊരു പാർട്ടി അംബേദ്കറിന്റെ ദിവസം ആചരിക്കുന്നു, അംബേദ്കറിന്റെ ജന്മദിനം ആചരിക്കുന്നു, ഞാൻ അംബേദ്കർ ഭക്തനാണെന്ന് പ്രധാനമന്ത്രി നിരന്തരം പറയുന്നു. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അതർ ആയി മുസ്ലിങ്ങളെ മാത്രം കാണുകയും പൊളിറ്റിക്കലി ഇൻക്ലൂസീവ് ആണ് ദളിതരോടുള്ള സമീപനത്തിൽ ഞങ്ങളെന്ന് സ്ഥാപിക്കാനും BJPക്ക് 5 കൊല്ലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് വസ്തുതാപരമായി എല്ലാ അർത്ഥത്തിലും ശരിയാണ്. രാഷ്ട്രീയമായി നിങ്ങൾ അപരരല്ല എന്ന് ദളിതരെ പറഞ്ഞു പഠിപ്പിക്കാൻ BJP കഴിഞ്ഞിട്ട്. പക്ഷേ സാമൂഹികമായി നോക്കുമ്പോൾ നമ്മൾ BJPയുടെ പൊള്ളത്തരം കൃത്യമായിട്ട് കാണുന്നു. കാരണം ഉനയിലടക്കം പശുവിൻ്റെ വിഷയങ്ങളിൽ എപ്പോഴും ആക്രമിക്കപ്പെടുന്ന ഒരുപക്ഷെ മുസ്ലിങ്ങളെക്കാൾ പശു എന്നുള്ള ഒരു ബ്രാഹ്മണിക്കൽ ഹൈന്ദവ ബിംബത്തെ BJP ഉപയോഗിച്ചത് ദളിതർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളെ മുന്നോട്ട് നയിക്കാനാണ്. 60ഓളം ദളിതർ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ പശുവിൻ്റെ പേരിൽ. ഇപ്പോൾ കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് പ്രവീൺ റാത്തോഡ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കുതിരയെ ഓട്ടിച്ചു, സ്വന്തമായി കുതിരയെ വാങ്ങിച്ചു, കുതിരയെ ഓട്ടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഗുജറാത്തിൽ കൊല്ലപ്പെടുന്നു. ഗുജറാത്തിൽ കൊല്ലപ്പെടുമ്പോൾ അവർ പോലീസ് കേസെടുക്കുന്നില്ല എന്നത് നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു വസ്തുതയാണ്. മാത്രമല്ല ഈ ദളിത് മുന്നേറ്റങ്ങളെ ഏറ്റവും അക്രമോത്സുകമാക്കി ചിത്രീകരിക്കാനും BJP ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന് ഛത്തീസ്ഗഡിൽ BJP മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത നേതാവിനെ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. മറ്റ് ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഒരു ദളിത് മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയെ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ജാമ്യം കിട്ടാനുള്ള വകുപ്പ് പോലും ഇല്ലാത്ത തരത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് രോഹിത് വെമുലയുടെ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഈ സോഷ്യലി എങ്ങനെയാണ് നിങ്ങൾ അതറാകുന്നത് എന്ന് ദളിതരോട് പറയാതെ പറയുന്നത് കൃത്യമായി കണ്ടത് രോഹിത് വെമുലയുടെ വിഷയത്തിലാണ്. സ്മൃതി ഇറാനി വരെ നേരിട്ട് പറയുന്നു. ഒരു ക്യാമ്പസിൽ നടന്ന ചെറിയൊരു വിഷയത്തെ ദളിത് മുന്നേറ്റത്തെ ഭയപ്പെട്ടുകൊണ്ട് സ്മൃതി ഇറാനി വരെ പത്രക്കുറിപ്പ് ഇറക്കുന്നു. അവരതിനെതിരെ പ്രസംഗിക്കുന്നു. ഇവർ ആന്റി സോഷ്യലാണ്, അതുവഴി നിങ്ങൾ ആന്റി നാഷണൽ ആണെന്ന് പറയാതെ പറയുന്നു. മുസ്ലിങ്ങളെ നേരെ ആന്റി നാഷണലാക്കി പ്രഖ്യാപിക്കുമ്പോൾ ദളിതരെ ആദ്യം നിങ്ങൾ ആന്റി സോഷ്യലാണ്, ശേഷം നിങ്ങൾ അതുകൊണ്ട് ആന്റി സോഷ്യലാണ് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യലിയും പൊളിറ്റിക്കലിയും വളരെ വ്യത്യസ്തമായ തന്ത്രങ്ങളാണ് BJP ഈ ദളിതരോട് ഉള്ള സമീപനത്തിൽ വളരെ വ്യത്യസ്തമായ തന്ത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ദളിത് രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുകയും കീഴാള ജനാധിപത്യ ബോധത്തെ ദുർബലപ്പെടുത്താനുമാണ് ശ്രമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ ബ്രാഹ്മണിക്കൽ ഒരു വോട്ട് ബാങ്കിനെ ശക്തിപ്പെടുത്താൻ കഴിയുമായിരിക്കും എങ്കിലും പക്ഷേ 2019 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ദളിതർ കൃത്യമായി ഇതിനൊരു പ്രതിരോധം തീർക്കും. തങ്ങളെ എങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത്, തങ്ങളോട് എങ്ങനെയുള്ളൊരു നയസമീപനമാണ് BJP എടുത്തതെന്ന് തിരിച്ചറിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നൗഫലെ ഒരു ശാസ്ത്രീയമായിട്ടാണ് ഇതിനെ കാണുന്നത്. നല്ലൊരു ഒബ്സർവേഷനാണത്. ഷാജി, ഇത് BJP മനസ്സിലാക്കിയിട്ടില്ലേ? ഈ ദളിതർക്കിടയിലുള്ള മുന്നേറ്റങ്ങളുടെ സ്വഭാവം, അതിൻ്റെ പിന്നിൽ ഒരു പുതിയതായിട്ട് ഉയരുന്ന ഒരു ദളിത് ചിന്ത, ആ ചിന്ത എങ്ങനെ ഒരു ഇന്ത്യ മുഴുക്കയും കത്തിപ്പടരാം എന്നുള്ള ഒരു ആശങ്ക അത് BJPക്കുണ്ടോ? ഇപ്പോൾ ദളിതർക്ക് ഭരിക്കുന്ന BJP എന്ന് പറയുന്ന പാർട്ടിയും അവരുടെ ഗവൺമെന്റിനെയും വിട്ട് എങ്ങോട്ടും മാറാൻ സാധിക്കില്ല എന്നൊരു മൂഢസ്വർഗത്തിലാണ് BJP 2014 മുതൽ മുന്നോട്ട് പോയത്. എന്നാൽ ദളിതർക്കെതിരെയുള്ള തുടരെയുള്ള ആക്രമണങ്ങൾ അവരെ ഒരു കൺസോളിഡേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിനെ നേരിടാൻ പാകമായ രീതിയിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന കാര്യത്തിൽ BJPക്ക് പരാജയം സംഭവിച്ചു. BJPക്ക് ദളിത് വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ മായാവതി എന്ന് പറയുന്ന ഒരു നേതാവിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ആ വോട്ട് ബാങ്കിനെ സ്വന്തം കൈകളിലേക്ക് നേടാൻ BJP ആവിഷ്കരിച്ച പദ്ധതികളെല്ലാം പാളുകയാണ് പിന്നീട് ചെയ്തത്. മായാവതി എന്ന് പറയുന്ന വ്യക്തിയെ രാഷ്ട്രീയപരമായി ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടിയിട്ട് സകല സന്നാഹങ്ങളും തന്ത്രങ്ങളും ആവിഷ്കരിച്ച ഒരു ഗവൺമെന്റാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത്. എന്നാൽ ഓർക്കണം, 2017 വലിയ പരാജയം, മായാവതിക്കേറ്റ വലിയ പരാജയം, ആ പരാജയത്തോടു കൂടിയാണ് മായാവതി ഒരു പാഠം പഠിച്ചത്. അതെ, 2014 തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് പോലും നേടാതെ ഉത്തർപ്രദേശ് പോലുള്ള തന്റെ കരുത്തുറ്റ സംസ്ഥാനത്ത് നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടപ്പോൾ അവർ പഠിക്കാത്തൊരു പാഠമാണ് 2017 അവർ പഠിച്ചത്. ഇന്ന് UP പോലുള്ളൊരു സംസ്ഥാനത്ത്
ദളിത് മുന്നേറ്റത്തിൻ്റെ ഒരു അരങ്ങുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മായാവതിയുടെ മിടുക്കിനേക്കാൾ അപ്പുറം ദളിതർ എന്ന് പറയുന്ന സമൂഹം ഇന്ത്യയിൽ ഈ കഴിഞ്ഞ 5 വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന യാതനകളും സോഷ്യൽ ഐസൊലേഷൻ, BJP കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സോഷ്യൽ ഐസൊലേഷൻ ഉണ്ട്, അത് അവരുടെ ഉള്ളിൽ തട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. മുസ്ലിങ്ങൾ നമുക്കറിയാം, മതന്യൂനപക്ഷങ്ങൾ എപ്പോഴും BJPയുടെ വാൾമുനയിൽ തന്നെ നിന്നവരാണ്. മുസ്ലിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പം പറഞ്ഞല്ലോ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തുവെന്ന്. BJPക്ക് മുസ്ലിങ്ങൾ വോട്ട് 2017 തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലും ഇല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിരുന്നു. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ ഒരൊറ്റ സീറ്റ് പോലും കൊടുക്കാതിരുന്നപ്പോഴും മുസ്ലിങ്ങൾക്ക് കൊടുക്കാതിരുന്നപ്പോഴും മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിങ്ങൾക്കായി ചില പ്രത്യേക പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിക്കുന്നു, മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വിഭാഗീയത കൊണ്ടുവരാൻ BJP നടത്തിയ ഒരു വലിയ ശ്രമമുണ്ട്. എലീറ്റ് മുസ്ലിങ്ങൾക്കും സാധാരണക്കാരായ മുസ്ലിങ്ങൾക്കുമിടയിൽ BJPയുടെ ഒരു വിഭാഗം നടത്താൻ ശ്രമിച്ച ഒരു വിഭാഗീയതയുണ്ട്. അത് നടക്കാതെ വന്നപ്പോഴാണ് BJPക്ക് ദളിതരുടെ ഇടയിലേക്ക് അവരുടെ ഒരു വിഭജനം ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി. ഇതൊന്നും നടക്കാതെ വന്നപ്പോൾ BJPക്ക് അറിയാം തങ്ങളുടെ പരമ്പരാഗത വോട്ട് ബാങ്കായ ബ്രാഹ്മണിക്കൽ വോട്ട് ബാങ്കിനെ അല്ലാതെ മറ്റൊന്നിനെ ഇനി കൂടെ നിർത്താൻ സാധിക്കില്ല എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ ഈ 10% റിസർവേഷനുമായിട്ട് മുന്നോട്ട് വരുന്നത്. അതിനെയാണ് കോൺഗ്രസ് നേരിടാൻ ശ്രമിക്കുന്നത്. BJPയുടെ ഏതൊക്കെ സമുദായങ്ങൾ, സവർണ്ണ സമുദായങ്ങൾ ഏതൊക്കെയുണ്ട് ഇപ്പം കൂടെ? ഇപ്പം നമ്മൾ ബീഹാർ, UP അങ്ങനെ ആ നോർത്ത് ഇന്ത്യൻ ബെൽറ്റിലേക്ക് കടന്നാൽ നമ്മൾ ഹിന്ദി ഹാർട്ട്ലാൻഡ് പരിശോധിച്ചാൽ ഈ ബ്രാഹ്മണിക്കൽ ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, ബ്രാഹ്മണിക്കൽ സമൂഹം അവരുടെ കോൺഷ്യൻസ് ഇന്നും BJPയോടൊപ്പം തന്നെയാണ്. അത് BJP പിടിച്ചെടുത്തത് കോൺഗ്രസിൽ നിന്നാണ്. ഇന്നും ഹൈന്ദവ രാഷ്ട്രീയത്തിൻ്റെ ചടുലത BJP എപ്പോൾ കാണിക്കാൻ ശ്രമിക്കുന്നോ ആ നിമിഷം ഈ ബ്രാഹ്മണിക്കൽ വോട്ട് ബാങ്ക് BJPയോട് ചേർന്ന് നിൽക്കും. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഫ്റ്റ് ഹിന്ദുത്വ പ്രസംഗിക്കാൻ തുടങ്ങിയല്ലോ, അപ്പോൾ മുതലൊരു ഇളക്കം തട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മധ്യപ്രദേശിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. പിന്നെ SC/ST ആക്ടിൽ ഈ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ചില മാറ്റങ്ങൾ അത് പൂർണ്ണമായിട്ടും ബ്രാഹ്മണിക്കൽ, പ്രത്യേകിച്ച് രജപുത്രയെ പോലുള്ള സമുദായങ്ങൾ, ഫോർവേഡ് കാസ്റ്റുകൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിൻ്റെ എതിർപ്പിനെ നേരിടാനും BJPക്ക് സാധിച്ചിട്ടില്ല. സം ടോട്ടൽ എന്ന് പറയുന്നത് BJPക്ക് ഇന്ന് സവർണർക്കിടയിലെ തങ്ങളുടെ വോട്ട് ബാങ്ക് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സമയം മാത്രമാണ് ഇനി ഉള്ളത് എന്ന് മനസ്സിലാക്കുന്ന ഒരു BJP OBC വോട്ട് കംപ്ലീറ്റ് സ്പ്ലിറ്റ് ആകുമെന്ന് അവർക്കറിയാം. ബീഹാറിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും. ഉത്തർപ്രദേശിൽ ഒരു കാര്യം ഉറപ്പാണ്, OBC വോട്ടിലെ അവരുടെ ആ ഒരു ഹോൾഡ് അത് ഷെയ്ക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അലയൻസ് രൂപപ്പെട്ടതോടുകൂടി അവിടുത്തെ ഫൈറ്റ് ഇപ്പോൾ BJP നേരിടുന്നത് കോൺഗ്രസുമായി ഫോർവേഡ് വോട്ട് ബാങ്കിനെ പിളർത്താതിരിക്കാനുള്ളൊരു ഫൈറ്റാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ OBCകളുടെ മുന്നേറ്റം തടഞ്ഞു നിർത്താൻ BJPക്ക് സാധിക്കില്ല. ഗോരഖ്പൂരിൽ BJPക്ക് പരാജയപ്പെടാമെങ്കിൽ പിന്നെ ഉത്തർപ്രദേശിൽ BJP പരാജയപ്പെടുമോ എന്ന ചോദ്യമില്ല. ഫോർവേഡ് വോട്ട് ബാങ്ക് കൺസോളിഡേറ്റ് ചെയ്യുക, OBC വോട്ടുകളെ വിഭജിപ്പിക്കുക, അതും ഇഫക്റ്റീവ്ലി വിഭജിപ്പിക്കുക, ശ്രമത്തിന്റെ ഭാഗമാണ് അവിടെ നടക്കുന്നത്. ഒരു ഭാഗത്തെ കൂടെ നിർത്തുക. അതല്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകും. BJP ഇന്ന് ഭയപ്പെടുന്നത് ഒറ്റ സംഖ്യയിലേക്ക് തങ്ങൾ ചുരുക്കപ്പെടുമോ ഉത്തർപ്രദേശിൽ എന്ന ഭയമാണെന്ന് BJPക്കുള്ളത്. വട്ടമേശ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ സാമുദായിക സമവാക്യങ്ങൾ, BJPയുടെ മുന്നിൽ വളർന്നുയരുന്ന ജാതിമത ഭീഷണികൾ. വട്ടമേശയിൽ പങ്കെടുക്കുന്നത് ഷാജി M. ജോസഫ്, രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമ പ്രവർത്തകനും, ആറന്മുള ശശി, എഴുത്തുകാരനും പൊതുപ്രവർത്തകനും, N. നൗഫൽ, കേരള സർവകലാശാലയിലെ രാഷ്ട്രീയ മീമാംസ ഗവേഷകൻ, I. ശാന്തകുമാർ, ചിന്തകനും എഴുത്തുകാരനും. വട്ടമേശയിൽ ഈ വിഷയത്തിൻ്റെ അടുത്ത ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം.